ഹായ് എൻ്റെ ചേച്ചി ഫെബിനേട്ട. ഈ വീഡിയോ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു എൻ്റെ വെഡ്ഡിങ് ഡേ. ആ വെഡ്ഡിങ് ഡേയിൽ എൻ്റെ ആ ലുക്ക്, എൻ്റെ ആ ഒരു ഫേസ്, ആ ഒരു ഫുൾ സാരി ഡ്രൈപ്പിംഗ് എല്ലാം ചെയ്തത് ചേച്ചിയാണ്. ചേച്ചിയും ചേട്ടനും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. തുടക്കത്തിൽ എനിക്ക് സംസാരിച്ചപ്പോൾ ആരാന്നറിയില്ല ഒബ്വിയസ്ലി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സംസാരിച്ച് ചേച്ചി വീട്ടിൽ വന്നു, നമ്മൾ വീണ്ടും സംസാരിച്ചു, ചേച്ചിയുടെ ഐഡിയാസ് ഷെയർ ചെയ്തു, നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെഡ്ഡിങ് ഡേയിലേക്ക് കിടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ഡേയുടെ അന്ന് രാവിലെ വരെ എനിക്ക് അറിയില്ല. എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഡാൻസിനുള്ളൊരു മേക്കപ്പ് എന്നല്ലാണ്ട് അതെന്നും ഓവറായിരിക്കുമല്ലോ. അതല്ലാതെ എൻ്റെ വെഡ്ഡിങ് ഡേക്ക് എൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓരോന്ന് ചെയ്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എനിക്കത് ഭംഗി ഉണ്ടാവുമോ, കാരണം വേറെ കുട്ടികൾക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടൊരു റെഫറൻസും വെച്ചിട്ടില്ല. കാരണം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ എങ്ങനെ ആവും എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്തു. ആ ചെയ്യുന്ന ഡേ തന്നെ നമ്മൾ ഓരോന്നും എങ്ങനെ വേണം, ഏത് വേണം, അത് ചെയ്ത് നോക്കി, ഇത് ചെയ്ത് നോക്കി. നമുക്ക് കുറച്ചധികം ടൈമും കൂടി കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇരുന്ന് ചെയ്യാനൊരു സമയം കിട്ടി. ഇതൊക്കെ ചെയ്തിട്ടും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരുടെ മുഖത്ത് എനിക്ക് വലിയൊരു സന്തോഷം, വലിയൊരു പുഞ്ചിരി. എന്നെ കണ്ടപ്പോൾ എല്ലാവരും നല്ലൊരു ഭംഗിയുള്ള എന്താ പറയുക, അയ്യോ ഓവറായി എന്നുള്ളൊരിതൊന്നും ഇല്ലാതെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുഖം തിളങ്ങുമായിരുന്നു. വീട്ടുകാർക്ക് എപ്പോഴും ഉള്ളൊരിതാണ്, ഞാൻ എപ്പോഴും നാച്ചുറലായിട്ടിരിക്കണം, എൻ്റെ ഫേസ് ഒരിക്കലും ഒരു ഓവർ മേക്കപ്പ് ആയിട്ടുള്ളൊരിത് തോന്നരുത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാം നല്ല പക്കയായിട്ട് പെർഫെക്റ്റായിട്ട് ആ കല്യാണത്തിന് വന്ന ഒരു 500-600 ആൾക്കാർ എല്ലാവരും ഒരേപോലെ പറഞ്ഞതാണ് എൻ്റെ മേക്കപ്പ് വളരെ നാച്ചുറലായിരുന്നു, ഒരു കൂടുതലും ഇല്ല, ഒരു കുറവും ഇല്ല, ഒരു ബ്രൈഡ് ആയിട്ട് നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എല്ലാം ടു ദ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേച്ചി വന്ന് സംസാരിച്ചതും ഫെബിനേട്ടൻ വന്ന് സംസാരിച്ചതും അതേ പക്കയായിട്ട് എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. എനിക്ക് നിങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നൊരു കോൺഫിഡൻസ് അതെനിക്ക് കല്യാണ ദിവസവും കിട്ടി. ആ സാരി ഉടുത്തിട്ടോ അല്ലെങ്കിൽ ആ മേക്കപ്പ് വെച്ചിട്ടോ എനിക്കൊരാളുടെ മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും തോന്നി. അതുപോലെ തന്നെ എന്തായാലും എന്നെ കല്യാണത്തിന് ഇത്രയും ഭംഗിയാക്കി തന്ന എൻ്റെ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഫെബിനേട്ടനും ഒരുപാട് താങ്ക്സ്. രണ്ടാളും സൂപ്പർ കോംബോ ആണ്. നിങ്ങൾ രണ്ടാളും കൂടെ ചേർന്നാൽ സൂപ്പറാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതാണ് ഏറ്റവും, അതായത് എനിക്ക് എൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുമായിരുന്നു. എനിക്ക് സജഷൻസ് പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ചേച്ചിയുടെ അടുത്ത് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നോട് മാത്രമല്ല ഫാമിലിയോടും എല്ലാവരോടും നല്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല എന്താ പറയുക ഭയങ്കര ക്ലോസായി. ഒരു ദിവസം മാത്രം ആണ് നമ്മൾ അധികം നേരം നിന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് നേരത്തുള്ള സംസാരമാണെങ്കിൽ കൂടി വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഈ ഇത് എപ്പോഴും ഉണ്ടാവണേ, എപ്പോഴും ഉണ്ടാവണേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ആർക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എന്തായാലും ലിൻഡ ചേച്ചീനെ സജസ്റ്റ് ചെയ്യും. അത്ര എനിക്കിഷ്ടമായി, അതുകൊണ്ടാണ്. വളരെ നന്നായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു ലിൻഡ ചേച്ചി ആൻഡ് ഫെബിനേട്ട.